ADGP മാധവ് റാവു കൂടിക്കാഴ്ചയിൽ ഒരു ഉന്നതനും തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. തൃശൂർ പൂരം കലക്കിയതിൽ ADGPക്ക് നേരിട്ട് പങ്കെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പൂരം കലക്കാൻ നടന്ന ഗൂഢാലോചന വ്യക്തമാണെന്നും വിവാദങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ്, ഭീരുത്വം കൊണ്ടല്ലെന്നും പറഞ്ഞു. ADGP മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്ന ആരോപണം VD സതീശൻ വീണ്ടും ആവർത്തിച്ചു. ADGP റാം മാധവിനെ കണ്ടപ്പോൾ ADGPക്ക് ഒപ്പമുണ്ടായിരുന്നത് ബിസിനസ്സുകാർ മാത്രമല്ലെന്നും ആരായിരുന്നു എന്ന വിവരം അറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു ഉന്നതനും ഈ കോക്കസിന്റെ ഭാഗമാണെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ADGP RSS നേതാവ് മാധവ് റാവു തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ വൻ വിവാദ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അതീവ ഗൗരവമായി കാണേണ്ടതായിരിക്കുന്നു. ആരാണീ വമ്പൻ എന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ വിവരങ്ങൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. ആ വിവരം പുറത്തുവിടാതെ ഒളിപ്പിക്കുന്നതിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ VD സതീശനെതിരെ CPMഉം കോൺഗ്രസും പ്രതിപക്ഷ നേതാവിനും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണം ശരിയാണെന്ന് വേണം കരുതാൻ എന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. ADGP MR അജിത് കുമാറും RSS നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള മലയാളി വ്യവസായി അടക്കം 3 പേർ ഒപ്പമുണ്ടായിരുന്നു. 2023 മെയ് 22-നാണ് അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ തൃശൂരിൽ കണ്ടത്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് ജൂൺ 2-ന് കോവളത്തെ ഹോട്ടലിൽ ഒരു പരിപാടിയിൽ അജിത്തിനൊപ്പം റാം മാധവിനെ സന്ദർശിച്ച മലയാളിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി ഉണ്ടെന്നും സംസ്ഥാനത്ത് അടക്കം ബാർ ഹോട്ടലുകൾ ഉണ്ടെന്നും ഒപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേരെ പറ്റിയുള്ള വിശദാംശങ്ങൾ പോലീസ് രഹസ്യമായി അന്വേഷിച്ചു വരികയാണ്. റാം മാധവിനെ കാണാൻ മറ്റ് 3 പേരെ കൂടി കൂട്ടിയത് എന്തിന്? ഹൊസബളയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് റാം മാധവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. കൂടെയുണ്ടായിരുന്നത് ആരെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതല്ലാതെ ഇല്ലാത്തതിനാൽ പോലീസ് വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാത്തിരുന്ന് കാണാം. ഇപ്പോൾ എല്ലാവരും ഈ അജ്ഞാതരുടെ പുറകെയാണ്. പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നു. മുഖ്യമന്ത്രിമാർ ചെന്നൈയിൽ പോയാൽ ഈ വ്യവസായിയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുക എന്നും പാലക്കാട് അപ്പോളോ ബീർ യൂണിറ്റ് തുടങ്ങാൻ ശ്രമിച്ച് വിവാദമായി നിർത്തേണ്ടി വന്നു എന്നും തമിഴ്നാട്ടിൽ പ്രമുഖ വ്യവസായിയും മലയാളിയുമാണ് ഇദ്ദേഹം എന്നും അഭ്യൂഹങ്ങൾ പുറത്തുവരികയാണ്. PV അൻവറിന് പിന്നിൽ അൻവർ മാത്രമെന്ന് MV ഗോവിന്ദൻ. ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റയാൾക്കും ഇല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരട്ടിമറിയും ഇതിൽ നടക്കില്ല. DGPയാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം പൂർത്തിയായാൽ അതനുസരിച്ച് നടപടി ഉണ്ടാകുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവറിന് പിന്നിൽ അൻവർ മാത്രം. CPM സമ്മേളനം തുടങ്ങുന്നതിന്റെ ഭാഗമായുള്ള പാലക്കാട് മേഖലാ ജനറൽ ബോഡി യോഗത്തിന് ഒറ്റപ്പാലത്ത് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണ്. മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോലും BJPയിൽ എത്തുന്നു. തൃശൂരിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കാൾ ഗൗരവമുള്ളതാവുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ എന്ത് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് കണ്ടറിയണമെന്നും MV ഗോവിന്ദൻ കളിയാക്കി. RSS രാജ്യത്തെ പ്രധാന സംഘടന. ADGP RS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല സ്പീക്കർ. ADGP MR അജിത് കുമാർ RS നേതാക്കളെ കണ്ടതിനെ പിന്തുണച്ച സ്പീക്കർ AM ഷംസീർ. RSS രാജ്യത്തെ പ്രധാന സംഘടനയാണ്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RS നേതാക്കളെ കാണുന്നതിൽ തെറ്റില്ല. ഒരു സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്, അദ്ദേഹം തന്നെ വ്യക്തമാക്കി. ഇതൊന്നും ഗൗരവമായി എടുക്കേണ്ട കാര്യമല്ലെന്നും ഇതിൽ അപാകതയൊന്നും ഇല്ലെന്നും സ്പീക്കർ ഷംസീർ പറഞ്ഞു. എന്നാൽ ഷംസീറിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പാർട്ടിയിലുണ്ട്. ഗണപതി മിത്ത് പ്രശ്നം വിവാദമായിരുന്നു. അതുപോലെ തന്നെ പാലക്കാട് ഷാഫിയെ ജയിപ്പിച്ചത് ആനുകൂല്യം ഇനി ഉണ്ടാവില്ല
എന്ന അസംബ്ലിയിൽ പറഞ്ഞതും തുടങ്ങി ഷംസീറിനെതിരെ പലതവണ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും മനസ്സിലൊന്നുമില്ലാതെ നിഷ്കളങ്കമായാണ് ഇതെല്ലാം പറയുന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും പ്രസ്താവന പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. മാറ്റങ്ങളുടെ സൂചന കണ്ടു തുടങ്ങി. RSS ബന്ധം തിരുത്തണം, അജിത്തിനെയും ശശിയെയും മാറ്റാൻ നീക്കം. PV അൻവറിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി എന്ന തിരിച്ചറിവിലാണ് തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. CPM നേതൃത്വമാണ് ഈ നിർദ്ദേശം വച്ചിട്ടുള്ളത്. ഇതോടെ പിണറായിയുടെ 2 വിശ്വസ്തർക്കും സ്ഥാനചലനത്തിന് വഴിയൊരുക്കും. അവധിയിൽ പ്രവേശിക്കുന്ന ADGP വരുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്ന റിപ്പോർട്ട്. കണ്ണൂരിലെ കരുത്തനായ EP ജയരാജനെ മാറ്റിയിട്ടും നേതൃത്വം ഈ 2 പേരുടെ കാര്യത്തിൽ മിണ്ടുന്നില്ല എന്ന ചോദ്യവും അണികളിൽ ഉണ്ട്. ഓൺലൈൻ ഇടപാടുകൾക്ക് 18% GST ഉണ്ടാകില്ല. ഇൻഷുറൻസ് നികുതി ഇളവ് പിന്നീട് ആലോചിക്കും. ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിൽ GST കുറയ്ക്കുന്നതുമായുള്ള പ്രഖ്യാപനം GST കൗൺസിൽ യോഗം മാറ്റിവെച്ചു. തിങ്കളാഴ്ച ചേർന്ന 54ാമത് GST കൗൺസിൽ യോഗ തീരുമാനം വിഷയം അടുത്ത കൗൺസിൽ യോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന നികുതി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഫിറ്റ്മെന്റ് കമ്മിറ്റി GST ലൈഫ്, ഹെൽത്ത്, റീ ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ GST കുറയ്ക്കുന്നത് സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അതേസമയം 2000 രൂപയ്ക്ക് താഴെ ഇടപാടുകളിൽ നിന്നും ഓൺലൈൻ പേയ്മെന്റ് സേവന ദാതാക്കൾ നേടുന്ന വരുമാനത്തിന് 18% GST ഈടാക്കണമെന്ന നിർദ്ദേശം താൽക്കാലികമായി നടപ്പിലാക്കില്ല. ഇക്കാര്യത്തിൽ പരിശോധിക്കാൻ ഫിറ്റ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് ധനമന്ത്രി പ്രേംചന്ദ് അഗർവാൾ പറഞ്ഞു. GST സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ തീരുമാനങ്ങൾ. 2000 രൂപയ്ക്ക് താഴെ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിൽ മേലുള്ള വരുമാനത്തിൽ 18% GST ഏർപ്പെടുത്തുന്നത് അടുത്ത യോഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്.